ഈ മിൻഡാദേവി 214 ക്യാമ്പയിൻ അടിപൊളി സിംബോളിക് അല്ലേ? ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമക്കേട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. മിൻഡാദേവി 214 അല്ലല്ലോ, ആണോ? നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. 124. മിൻഡാദേവി 124. മിൻഡാദേവി 124 ക്യാമ്പയിൻ സിംബോളിക് ആണോ എന്ന് ചോദിച്ചാൽ സിംബോളിക് ആണ്. അടിപൊളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. ബിക്കോസ് അതിനകത്ത് എന്താണ് അടിപൊളിയായിട്ടുള്ളത്? അത് ബേസിക്കലി ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേട് കാണിക്കാനായിട്ട് ഒരു ടീഷർട്ട് ഉണ്ടാക്കി പ്രിയങ്കയും അങ്ങനെ കുറച്ച് കോൺഗ്രസ് ലീഡേഴ്സും എല്ലാം ധരിച്ചു, പ്രകടനത്തിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ പ്രസ് മീറ്റിൽ പങ്കെടുത്തു എന്നുള്ളതാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. ലോകശ്രദ്ധ, ഇന്ത്യയിലെ വോട്ടേഴ്സ് ക്രമക്കേട് ലോകശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ലോകശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇന്നത്തെ അറിയാലോ, ഇവിടെ എന്തിപ്പോ ഒരു പശു കണ്ടി വീണാൽ പോലും അന്റാർട്ടിക്കയിൽ വരെ അറിയുന്ന രീതിയിൽ കണക്റ്റഡ് ആണ് ഇന്നത്തെ ലോകം. അപ്പൊ ഇന്ത്യയില് നൂറുകണക്കിന് MP-മാര് അല്ലെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് പുള്ളി ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ലോക ശ്രദ്ധയിൽ വരും. ഇന്ത്യയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും അവർക്ക് വേണ്ട രീതിയിൽ ആ വാർത്ത ലോകമെമ്പാടും ഉപയോഗിക്കുകയും ചെയ്യും. അത് ഇന്ത്യക്കുള്ളിൽ ഉപയോഗിക്കും, ഇന്ത്യക്ക് പുറത്ത് ഉപയോഗിക്കും. സോ ആ ഒരു പോയിന്റിനോട് എനിക്ക് യോജിപ്പാണുള്ളത്. പിന്നെ നിങ്ങൾ പറയുന്ന 124 എന്ന് പറയുന്നത് ആക്ച്വലി എന്താ സംബന്ധിച്ചാൽ മിൻഡാദേവി എന്ന് പറയുന്ന ഒരു വോട്ടർ അല്ലേ, ബീഹാറിലൊരു വോട്ടറാണ്. അവിടുത്തെ സർ പ്രോഗ്രാം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വോട്ടർ കരട് ലിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിനകത്ത് 30 വയസ്സുള്ള ആ സ്ത്രീക്ക് 124 വയസ്സുണ്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മിൻഡാദേവി 124 വയസ്സായിട്ടും ജീവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ടീഷർട്ട് ഉണ്ടാക്കി കോൺഗ്രസ് നേതാക്കൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് നിങ്ങൾ സിംബോളിക് ആണെന്നത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഇത് വോട്ടേഴ്സ് ക്രമക്കേട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റാനാണെങ്കിൽ ഇത് ഒരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവിടെ എന്താണ് വോട്ടേഴ്സ് ക്രമക്കേടല്ല വരുന്നത്. ഇത് ആക്ച്വലി ഒരു വ്യക്തിക്ക് 124 എന്ന് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അയാളുടെ തന്നെ ഈ മിൻഡാദേവിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1990 ആയിരുന്നു, 1990 ആയിരുന്നു. അതിനകത്ത് 1900 ഒരു 0 പോയതാണ് ഇവർക്ക് 35 വയസ്സോ അങ്ങോട്ടുള്ള അവർക്ക് 124 വയസ്സ് വരാൻ കാരണം. അത് യാഥാർത്ഥ്യം അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു ക്രമക്കേടോ ക്ലറിക്കൽ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു ഇററോ, ഇൻഅഡ്വേർട്ടന്റ് ഇററോ. അപ്പൊ അതിലൂടെ ഒരു അഡ്വാൻറ്റേജും കിട്ടാനില്ല. ഒരു 124 വയസ്സ് ഒരു വോട്ടർക്ക് അറിയാതെ ഇട്ട് കൊടുക്കുന്നതോടെ ആ വോട്ടർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികൾക്കോ ഒന്നും ഒരു നേട്ടം ഉണ്ടാവാൻ സാധ്യതയില്ല. സിംപ്ലി ആൻ ഇറർ. ആ ഒരു ഇറർ പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഈ ക്രമക്കേടിനെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആക്ച്വലി ഒരു ഇററാണ്. ഇത് എന്തിന്റെ തെളിവാണ്? അവിടെ ഒരുപാട് ഇറേഴ്സ് ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ കഴിയും. അത് ശരിയാണ്. പക്ഷെ ഒരിക്കലും അതൊരു ഈ ക്രമക്കേട് എന്നുള്ള ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പോൾ വോട്ട് മോഷണം എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അട്ടിമറി എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു സംഗതി അല്ല ഇത്. അതിന് എന്റെ സിംബോളിക്കലും അല്ല ഇത്. അത് ആ വ്യക്തി തന്നെ ഇന്നലെയോ ആണെന്ന് തോന്നുന്നു അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പ്രിയങ്കയും രാഹുലും ഒക്കെ എൻ്റെ പടവും പേരും ഒക്കെ ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നു, അതിന് അവരാരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. അവരുടെ പേരും പടമൊക്കെ വെച്ചുകൊണ്ട് അവരെ ഒരു ടൂളാക്കി അവരെ യൂസ് ചെയ്യുന്നു, അവരെ ഉപയോഗിക്കുന്നു, ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ച ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും ധാർമ്മികമായി ശരിയല്ല, പൊളിറ്റിക്കലി ശരിയല്ല. അതൊരു ഷാലോ ഡിസിഷൻ എന്നേ പറയാൻ കഴിയുള്ളൂ. മറ്റേത് ക്രമക്കേട് എന്ന് പറയുന്നത് ഒരിക്കലും ഇതിലൂടെ ഇപ്പൊ ഞാൻ അമേരിക്കയിൽ തന്നെ ഇപ്പൊ ഈ ഇലോൺ മസ്ക് ഒക്കെ വന്നപ്പോ ഒരു ഡോഷ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, DOGE, ആ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഈ ക്ഷേമ പെൻഷനും മറ്റ് സെക്യൂരിറ്റി പെൻഷൻസും ഒക്കെ പറ്റുന്നവരുടെ ലിസ്റ്റിനകത്ത് പലർക്കും 990 വർഷമുണ്ട് പ്രായമായവർ ജീവിച്ചിരിക്കുന്നു, ചിലർക്ക് 600 വർഷം പ്രായമായവർ ജീവിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ അന്ന് കുറെ വന്നിരുന്നു. അപ്പൊ ഇവർക്കെല്ലാം പൈസയും പോകുന്നത് എങ്ങനെയാണ്? ഈ 900 വർഷം വയസ്സുള്ളവർക്ക് എങ്ങനെയാണ് ഈ പൈസ കിട്ടുന്നത്? 700 വർഷം ഉള്ളവർക്ക് 190 വർഷം, ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതൊരു ട്രോളായിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ TC ഉപയോഗിക്കാൻ എന്നല്ലാതെ നമുക്കൊരു കാര്യം അറിയാം, അതൊരു ക്രമക്കേടിനെ അല്ല സൂചിപ്പിക്കുന്നത്, അതൊരു ഇററാണ് ബേസിക്കലി. ഒരിക്കലും 900 വർഷം പ്രായമുള്ള ഒരാൾ അമേരിക്കയിൽ പൈസ വാങ്ങിക്കുന്നുണ്ടാവില്ല. അത് 90 ആയിരിക്കും ഒരു പക്ഷേ, ചിലപ്പോൾ ഒരു 0 കൂടിപ്പോയായിരിക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ.
പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പടം തന്നെ വെച്ചുകൊണ്ട് അയാൾ അറിയുന്നില്ല. അയാളുടെ യഥാർത്ഥത്തിൽ ഇവിടെ നിരപരാധിയാണ്. അയാളുടെ അനുവാദത്തോടോ സമ്മതത്തോടോ കൂടിയല്ല അയാളുടെ വയസ്സ് 124 തെറ്റായി രേഖപ്പെടുത്തി. ഒരാള് 1990 പകരം 1900 എന്ന് അയാൾ അടിച്ചു വെച്ചു. അപ്പം അത് അവരെ യൂസ് ചെയ്യല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, ക്രമക്കേടിന് പറ്റിയ ഒരു പരസ്യമല്ല അത് എന്നുള്ളതാണ്.